ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കാറ്റലിറ്റിക്സ്. കാറ്റലിറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എക്കണോമിക്സിൻ്റെ പാർട്ടിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ളൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ, പിന്നെ പ്രൊഡക്ഷൻ ഫങ്ഷൻ, അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്, റവന്യൂ ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ ഫങ്ഷനും പിന്നെ ബാക്കി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു പ്രൊഡക്ഷൻ ഫങ്ഷൻ? ഇറ്റ് ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫേം. ഒരു ഫേമിൻ്റെ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫേം എന്ന് പറയുമ്പോൾ അവർ ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഇൻപുട്ട് ഉപയോഗത്തിലൂടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് അവർ ആ ഇൻപുട്ടുകളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പിന് പറയുന്നതാണ് എന്ത്? പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്നുള്ളത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് Q = F of L and K. അതായത് Q ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ടാണ് Q കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ്, എഫ് എന്ന് പറയുമ്പോൾ ഫങ്ഷൻ ഓഫ് ആണ്, ഫങ്ഷൻ ഓഫ് എൽ കെ. എൽ എന്ന് പറയുമ്പോൾ ലേബറാണ്, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അതാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഒരു ഫേമിൽ രണ്ട് ഇൻപുട്സാണ് ഉപയോഗിക്കുന്നത്, ലേബറും ക്യാപിറ്റലും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? Q = ഫങ്ഷൻ ഓഫ് എൽ കെ. ഓക്കെ, നമുക്കത് ന്യൂമറിക്കൽ ടേംസിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സപ്പോസ് ഇവിടെ x1 എന്ന് പറയുന്നത് ലേബറും x2 എന്ന് പറയുന്നത് ക്യാപിറ്റലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഫേം ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സപ്പോസ് ലേബർ 1 വെച്ചോളൂ. ഓക്കെ, ക്യാപിറ്റലും 1 ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ എത്രയാണ്? 1. ഓക്കെ, നമ്മൾ 3 ലേബേഴ്സിന് ഉപയോഗിച്ചു, 2 ക്യാപിറ്റൽ ഉപയോഗിച്ചു. അപ്പോൾ എത്രയാണ് പ്രൊഡക്ഷൻ? 18 ആണ്. ഓക്കെ, അപ്പോൾ ലേബറും ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്ഷനും കൂടുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ലേബർ ഈസ് 5 ആൻഡ് ക്യാപിറ്റൽ ഈസ് 6. അപ്പോൾ എത്രയാണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് 59. ഓക്കെ, കണ്ടില്ലേ? ലേബർ എന്നുള്ള ഫാക്ടർ കൂടുന്തോറും ക്യാപിറ്റൽ എന്ന ഫാക്ടറും കൂടുന്തോറും എന്ത് കൂടുന്നുണ്ട്? ഔട്ട്പുട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് ആണ് അല്ലേ? ലേബർ കൂടുന്നതും ക്യാപിറ്റൽ കൂടുന്നതും ഒരു പോസിറ്റീവ് ചേഞ്ചസ് ആണ്. അപ്പോൾ പ്രൊഡക്ഷനും ഒരു പോസിറ്റീവ് ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ ലേബർ എന്നുള്ളത് 0 ആണെന്ന് വെച്ചോളൂ, ക്യാപിറ്റൽ എന്നുള്ളത് 3 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട്? 0 ആണ്. സപ്പോസ് ലേബർ ഈസ് 0, ക്യാപിറ്റൽ 4 ആണ്. ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് 0 ആണ്. എന്തായാലും മനസ്സിലാക്കാം, ഒരു ഫാക്ടർ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇൻപുട്ടുകളിൽ ഒരു ഇൻപുട്ട് 0 ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. നമ്മൾ ക്യാപിറ്റലിൻ്റെ എടുത്ത് നോക്കാം, ക്യാപിറ്റൽ ഉപയോഗിക്കുന്നില്ല, 0 ആണ്. ലേബർ എന്ന് പറയുന്നത് 4 എടുത്തു. ഓക്കെ, എന്താ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? 0 ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫങ്ഷനിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. എന്തൊക്കെയാണ്? മിനിമം 2 ഇൻപുട്ടെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് സാധ്യമാവുകയുള്ളൂ. ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ പ്രൊഡക്ഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്രൊഡക്ഷൻ ഇൻപുട്ടുകൾ പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഉള്ളത് എങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ചേഞ്ചസും പോസിറ്റീവായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ
മിനിമം 2 ഇൻപുട്ടെങ്കിലും നെസസറിയാണ്. ബോത്ത് ഇൻപുട്ട്സ് ആർ നെസസറി ഫോർ ദ പ്രൊഡക്ഷൻ. ഇനി ഏതെങ്കിലും ഇൻപുട്ട് 0 ആണെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഇൻപുട്ട് പോസിറ്റീവ് ചേഞ്ചസാണ് ഇൻപുട്ടിൽ ഉള്ളത് എങ്കിൽ ഔട്ട്പുട്ടും പോസിറ്റീവായിരിക്കും. ഇൻപുട്ടും ഇൻപുട്ടിൻ്റെ എമൗണ്ടുകൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ.